ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ച ഡിസ്പ്ലേയും ശനിയാഴ്ച ട്യൂട്ടോറിയലും ആണ് വെച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ അല്ല കാണുന്നത്, ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഇന്ന് നമ്മൾ 4 സാരീസാണ് കാണുന്നത്. 4 ഡിഫറെൻറ്റ് മെറ്റീരിയൽസുമാണ്, ഡിഫറെൻറ്റ് എംബ്രോയ്ഡറി പാറ്റേൺസുമാണ്. അപ്പം എല്ലാം റെഡി ഫോർ സെയിലാണ്. ഒരെണ്ണം മാത്രം വിത്ത് ബ്ലൗസ് പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന ചില സാരീസിൻ്റെ മാത്രം, ഇപ്പോൾ മെഷീൻ എംബ്രോയ്ഡറി അല്ലെങ്കിൽ കട്ട് വർക്ക്, ആപ്ലിക്കൽ വർക്ക് അങ്ങനെയുള്ള വർക്ക്സ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ സാരിയുടെ അരികടിച്ചു കൊടുക്കും, ഫോളും വെച്ച് കൊടുക്കാറ്. അല്ലെങ്കിൽ ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് കമ്പൽസറി ആയിട്ട് അത് വേണം, എനിക്ക് അത് വേണ്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുവാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ അരികടിച്ചും അതുപോലെ തന്നെ ഫോള് വെച്ചും കൊടുക്കുന്നത്. അല്ലാത്ത കേസസിൽ നമ്മൾ നോർമൽ സാരിയിൽ എംബ്രോയ്ഡറി മാത്രമേ ചെയ്യാറുള്ളൂ. സാരി ഫോളും അതുപോലെ തന്നെ അരികടിക്കുന്നതും ചെയ്യാറില്ല. അപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു സാരി മേടിക്കുമ്പോൾ ഇതെല്ലാം കിട്ടും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുവാണ്. നമ്മളത് ചെയ്യുന്നില്ല. പിന്നെ ഈ മെഷീൻ എംബ്രോയ്ഡറി ആണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ ചെയ്യും, കട്ട് വർക്ക് ആണെങ്കിലും ചെയ്യും, സ്കാലപ്പും ചെയ്യും, അതുപോലെ തന്നെ അരിക് സ്കാലപ്പും ചെയ്യും, അതുപോലെ തന്നെ സാരി ഫോളും വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ 4 സാരീസും കണ്ടു നോക്കാം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ആദ്യത്തെ സാരി ചന്തേരി സിൽക്ക് സാരിയാണ്. ഒരു പാരറ്റ് ഗ്രീൻ സാരിയാണ്. അതിൻ്റെ അത് പിങ്ക് കളർ എംബ്രോയ്ഡറിയാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് വരുന്ന മുന്താണിയുടെ കാണുന്ന പോർഷനിൽ ഒരു 3 ഫ്ലവർ പാറ്റേണും നടുക്കൊരു സിംഗിൾ ഫ്ലവറും മറുവശത്തും ഒരു സിംഗിൾ ഫ്ലവറുമാണ് ഉള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ഹണികോം സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. വളരെ നീറ്റായിട്ടുള്ള ഒരു എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഹണികോംബ് തന്നെയായിട്ട് സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നടുക്ക് ഫില്ല് ചെയ്യാനായിട്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്നതും ഹണികോംബ് തന്നെയാണ്. യെല്ലോ കളർ, ഒരു പെയിൽ യെല്ലോ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നല്ലൊരു പാരറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് മുന്താണിയിൽ ഒരു പാറ്റേൺ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവറാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ഷോൾഡർ പ്ലീറ്റിലും സിംഗിൾ ഫ്ലവർ വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. സിംഗിൾ ഫ്ലവറായിട്ട് 3 സിംഗിൾ ഫ്ലവേഴ്സാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം മുഴുത്ത ഫ്ലവറാണിത്. ഇങ്ങനെ ലീഫ് നമ്മൾ ഫ്ലൈ സ്റ്റിച്ചാണ് തയ്ച്ചിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ലീഫ് തയ്ച്ചിരിക്കുന്നത്. പിങ്ക് സിംഗിൾ ഷെയ്ഡ് ഹണികോം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്കൂടെ നമ്മൾ ഒരു ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളർ വെച്ച് തന്നെ ഒരു ഔട്ട്ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. പിന്നെ കാലിൻ്റെ അവിടെ മുന്താണിയിൽ കണ്ടുവരുത്ത ഒരു വലിയ പാറ്റേൺ തന്നെയാണ് കാലിൻ്റെ അവിടെ നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വന്നിരിക്കുന്നത്. 3 ഫ്ലവർ പാറ്റേൺ തന്നെയാണ് കാലിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ ഡിസൈൻ കാലിൻ്റെ അവിടെയും മുന്താണിയുടെ അവിടെയാണ്. ബാക്കിയെല്ലാം സിംഗിൾ ഫ്ലവേഴ്സാണ്. 3 ഫ്രണ്ടിൽ, ഒരെണ്ണം റണ്ണിങ് പോർഷൻ, പിന്നെ 2 മുന്താണിയുടെ നടുവശത്തും മറുവശത്തുമായിട്ട് 2. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. 6 കുഞ്ഞു ഡിസൈനും ഇതുപോലത്തെ 2 വലിയ ഡിസൈനുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1749 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതൊരു പേർപ്പിൾ കളർ സിന്തറ്റിക് കോട്ട സാരിയാണ്. ഇതിൻ്റെ മെഷീൻ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത്. ഇത് മുന്താണിയാണ്. ഇതുപോലത്തെ പാറ്റേൺസ് ഇങ്ങനെ ഫുള്ളായിട്ട് മുന്താണിയിൽ ചെയ്തിട്ടുണ്ട്. മുന്താണി സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് പേർപ്പിൾ കളർ സാരിയിൽ പിങ്ക് കളർ ത്രെഡും കൊണ്ട് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഒരു പിങ്കാണ്, അതിൻ്റെ വേറൊരു കളർ പിങ്ക് കോമ്പിനേഷനാണ് ഇത്. പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇതുപോലെ മെഷീൻ എംബ്രോയ്ഡറി ഫുൾ ബോർഡർ, സാരിയുടെ ഫുൾ ബോർഡറിലും ഇതുപോലെ എംബ്രോയ്ഡറി പൊക്കോണ്ടിരിക്കുകയാണ്. താഴം വരെ നമ്മൾ കാണുന്ന പോർഷൻ വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എംബ്രോയ്ഡറി പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനാണ്. നല്ല എന്ന് വെച്ചാൽ മെഷീൻ എംബ്രോയ്ഡറി ഫുള്ളും ഉണ്ട് താനും. നല്ല കളർ കോമ്പിനേഷനുമാണ്. സിന്തറ്റിക് കോട്ടയാണ് മെറ്റീരിയൽ. ഇതിന് വിത്ത് ബ്ലൗസ് പീസാണ് ഇത് വരുന്നത്. ഇത് ബ്ലൗസ് പീസിൻ്റെ അകത്ത് വർക്കൊന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്, സെയിം കളർ ബ്ലൗസ് പീസാണ്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് നിറച്ചും വർക്ക് ഉള്ളത് കൊണ്ടാണ് അത്രയും റേറ്റ് വരുന്നത്. ഫുൾ സാരിയും ഇതുപോലെ തന്നെ വർക്കാണ്. അടുത്തത് ഒരു ബ്ലാക്ക് സാരിയാണ്.
സിൽക്കി കോട്ടയാണ്, ബ്ലാക്കിൻ്റെ സിൽക്കി കോട്ടൺ. നമ്മളിന്ന് കാണുന്നതെല്ലാം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ്. ആദ്യം നമ്മൾ ചന്തേരി സിൽക്ക് കണ്ടു, പിന്നെ സിന്തറ്റിക് കോട്ട കണ്ടു. ഇത് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ. ബ്ലാക്ക് സിൽക്കി കോട്ടയിൽ ഇതുപോലത്തെ ഒരു എംബ്രോയ്ഡറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ഹാഫ് സർക്കിൾ ഷേപ്പിലാണ് നമ്മൾ എംബ്രോയ്ഡറി മുന്താണിയിൽ ചെയ്തിരിക്കുന്നത്. ഇത് ലേസി ഡേസി ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതും പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. പിങ്ക് ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഒരു കുഞ്ഞു ഫ്രഞ്ച് നോട്ട്സ്, ഇതെല്ലാം 3 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലീവ്സ് ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പാറ്റേൺ മുന്താണിയിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അതിങ്ങനെ നീളത്തിൽ ഒരു 21 ഇഞ്ചോളം ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ചെയ്തിരിക്കുകയാണ്, തയ്ച്ചിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഫ്രണ്ടിൽ സാരി ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഷോൾഡർ ഫുള്ളും കാണാനായിട്ട് ഇതുപോലെ പാറ്റേൺ ഉണ്ട് നീളത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ അവിടെ ഒരു കുഞ്ഞ് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പിങ്ക് ബ്ലൗസ് ഇട്ടാൽ നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബ്ലൗസ് തന്നെ കോട്ടൺ സിൽക്കിൻ്റെ മേടിച്ച് തയ്ച്ചാലും മതി. ഇതുപോലത്തെ ഒരു പാറ്റേൺ ആണ് നമ്മുടെ കാലിൻ്റെ അവിടെയും വരുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1499 ആണ് ഇതിൻ്റെ റേറ്റ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇതിനൊക്കെ. നമുക്ക് ഇന്നിപ്പോൾ കാണിച്ച ആദ്യത്തെ 3 സാരിയിലും പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. പക്ഷേ ഈ പിങ്കും ആ സാരിയുടെ കളറും നല്ലൊരു കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് ഒരു പീച്ച് സിൽക്കി ചെക്ക് കോട്ടയാണ്. ചെക്ക് കോട്ടയിൽ തന്നെ സിൽക്കി എഫക്റ്റ് ഉള്ള ചെക്ക് കോട്ടയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സെൽഫ് കളർ എംബ്രോയ്ഡറിയാണ് ചെയ്തിരിക്കുന്നത്. ആ സെയിം കളർ തന്നെ ത്രെഡും കൊണ്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇത് ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റണ്ണിങ് പോർഷനിലും ഇതുപോലെ ഒരു പാറ്റേൺ, സെയിം പാറ്റേൺ അടുപ്പിച്ച് 2 എണ്ണം വരുന്നുണ്ട്. ഇത് ലെയർ അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്റ്റ് കളർ സാരിയുടെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ലൈറ്റ് പീച്ചാണ്. ഇതിൻ്റെ അകത്ത് പീച്ച് കളറായിട്ട് ഫീൽ ചെയ്യുന്നില്ല വീഡിയോയിൽ. പക്ഷെ അതിൻ്റെ കളറ് കുറച്ചും കൂടെ ഇതൊരു ഓഫ് വൈറ്റോ അല്ലെങ്കിൽ ക്രീമോ അങ്ങനത്തെ ഷെയ്ഡായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ശരിക്കും ആക്ച്വലി ഇതൊരു ക്രീം പീച്ച് ഷെയ്ഡാണ്. അപ്പോൾ ഇത് 2 എണ്ണം റണ്ണിങ് പോർഷനിലുണ്ട്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലാണ് ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 3 പാറ്റേൺസ്. അപ്പോൾ അടുപ്പിച്ച് 5 പാറ്റേൺ ആണ് വരുന്നത്. റണ്ണിങ് പോർഷനിൽ 2 എണ്ണം അടുപ്പിച്ചുണ്ട്. അത് കഴിഞ്ഞ് ഷോൾഡർ പ്ലീറ്റിലും ഉണ്ട്. അപ്പം 5 എണ്ണം അടുപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ കാലിൻ്റെ അവിടെ ഒരെണ്ണുണ്ട്. മൊത്തത്തിൽ 7 പാറ്റേൺ ഇതുപോലത്തെ പാറ്റേൺസ് ആണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഷാഡോ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സാരിയിൽ ഏത് സാരിയാണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കും.